കാണിച്ചെന്ന് പറഞ്ഞ ചട്ടി ആക്ച്വലി എന്താണ് രേണു നീ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? ഒരു ആൽബത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പിറകിൽ കിടന്ന് കാണിക്കുന്ന ഇത്രയും തെമ്മാടിത്തരങ്ങൾ, അതായത് ഇതിനെ തെമ്മാടിത്തരം എന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ കാഴ്ചവെക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത് എന്താണ്? ഈ ആൽബം എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമേനെ പോലെയൊന്നും അല്ല. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വാല്യൂ ഉണ്ട്. നല്ല ലവ് സ്റ്റോറി, നല്ല ഫീലിംഗ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രേണുവിന്റെ വളരെ അടുത്ത കൂട്ടുകാരിയാണ് ശ്രീതു. രേണുവിന്റെ കൂട്ടുകാരി തന്നെ രേണുവിനെതിരെ സംസാരിച്ചു തുടങ്ങി. രേണുവിന്റെ ഒരു കൂട്ടുകാരിയല്ല, രേണുവിന്റെ കൂടെയുള്ള സകല കൂട്ടുകാരികളും സകല ആൾക്കാരും രേണുവിനെതിരെ സംസാരിച്ചു തുടങ്ങി. ഇതിന് പ്രധാനമായിട്ടുള്ള കാര്യം, രേണു ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമോ ആൽബോ എന്തിനാണോ അഭിനയിക്കുകയാണ്. ഈ അഭിനയിക്കുന്നതിന്റെ തുടർന്നിട്ട് ഈ ആക്ഷൻ കട്ടിനപ്പുറം ഇവർ കുറെ കോപ്രായങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനെ കാണിക്കാനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചെയ്ത കാര്യങ്ങളെ തുടർന്നിട്ടാണ് രേണുവിനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് തോന്നിവാസം, എന്ത് അപരാധം കാണിച്ചാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും ഇപ്പൊ രേണുവിനെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ രേണു എന്ത് കാണിച്ചാലും, രേണു ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സജീന വ്ളോഗ്സ്. സജീന വ്ളോഗ്സ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു, ആദ്യം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ താഴെ ഒരു കമന്റ് അടിച്ചു വെക്കുന്നു, പിന്നീട് ആ കമന്റ് എഡിറ്റ് ചെയ്ത് വേറെ ആക്കി വെക്കുന്നു. ഇതേപോലെ തന്നെ ശ്രീതു എന്ന് പറയുന്ന വ്യക്തി, ഇതൊക്കെ രേണുവിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ വരെ നിന്നിരുന്ന രേണുവിന്റെ ചാവേറുകളാണ് ഇവരെല്ലാം. ഇവര് വരെ പരിപാടികളൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാറ്റി പറയാനുള്ള പ്രധാന കാരണം, രേണു ഒരു ഷോർട്ട് ഫിലിമിലോ ആൽബത്തിലോ എന്തോ അഭിനയിക്കുന്നു. ഈ അഭിനയിച്ചതിന് ശേഷം രേണു കാണിച്ച കുറെ കോപ്രായങ്ങളാണ്. ഈ കോപ്രായങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് ഈ സംസാരിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ വൾഗറായിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു രംഗം ഞാനിപ്പോൾ ഇവിടെ താഴെ കാണിക്കാം. ഈ സാധനമൊക്കെയാണ് ഭയങ്കര രീതിയിൽ വൈറലായിട്ടുള്ളത്. ഇവര് ഒരു സീക്രട്ട് പറയുന്നത് പോലും വളരെ ഇന്റിമേറ്റ് ആയിട്ട് കാമുകന്മാർ എങ്ങനെ സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എങ്ങനെ പെരുമാറുന്നോ ആ രീതിയിലാണ് ഇവര് ഈ മീഡിയാസിനെ കാണിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. രേണു പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ രേണുവിന്റെ ഏറ്റവും വലിയ വിവാദം എന്ന് പറഞ്ഞാൽ, ഞാനും ധവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് നാട്ടുകാർ പറയണം, ഇല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ അവന്റെ ഫ്ലാറ്റിലായിരുന്നു എന്ന് ജനങ്ങളെല്ലാം ബോധിപ്പിക്കണം. അതെടുത്ത വിവാദമായിട്ട് മാറണം. കാരണം മറ്റേതെല്ലാം പാളി. ഇനിയും മറ്റേ വീടിന്റെ കേസ് പറയാൻ പറ്റത്തില്ല, ഫിറോസിക്കയുടെ കേസ് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കേസ് വരും, എല്ലാ പരിപാടികളൊക്കെ ചീറ്റിപ്പോകും. അപ്പൊ ഇനിയുള്ളത് സുധിച്ചേട്ടനെ മറച്ച് വിറ്റ് ഞാൻ വേറെ കൂടാണെന്ന് കാണിക്കണം. ഇതിനു വേണ്ടിയിട്ട് കുറെ നാളുകൾ കൊണ്ട് ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എന്റെ കൂടെ അഭിനയിക്കുന്നവനുമായിട്ട് ഫ്ലാറ്റിലായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാവരും വിശ്വസിക്കണം. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും സംസാരിച്ച് ചർച്ച ചെയ്യണം. ആദ്യം ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഞാനും അവനും ഒരു ഫ്ലാറ്റിലുണ്ടെന്ന കാര്യം ഇപ്പൊ വളരെ പബ്ലിസിറ്റി ആയി. അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടും ഒരു ഫ്ലാറ്റിലായിരുന്നു. ഒരു ഫ്ലാറ്റിൽ ഒന്നിച്ച് ഞാനും ധവനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല മനസ്സുള്ളവരാട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. ഞങ്ങൾ നല്ല മനസ്സോടെ ഞങ്ങൾ ശരിയായിട്ട് ധരിച്ച ഫ്ലാറ്റിലുണ്ടായിരുന്നു. നമുക്കല്ലേ അറിയാം എന്താ സത്യാവസ്ഥ എന്ന്. കാരണം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല അവസ്ഥ എന്താന്നുള്ളത്. നമുക്ക് രണ്ടും അറിയത്തുള്ളൂ. ഞങ്ങൾ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഇനി എത്ര ദിവസത്തിലുണ്ടെന്നൊക്കെ പറയാം. ഇത് ഒരു ക്ലിപ്പ്, ഒരു ദിവസത്തിൽ ഒരു ക്ലിപ്പ് മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം നമുക്ക് കാണാം. നിങ്ങളൊരു ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങൾ. അത് കൊച്ചിയിൽ വരുമ്പോ നിൽക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങുന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്നു. ആളുകളെ അവിഹിതാക്കിയോ? അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങളൊരു ഫ്ലാറ്റ്, വൈറ്റിലെ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഈ ഒരു ബൈറ്റിനകത്ത് തന്നെ ഒരുപാട് തവണ ഞാൻ ഒരു ഫ്ലാറ്റിലായിരുന്നു, ഞങ്ങൾ ഒരു ഫ്ലാറ്റിലായിരുന്നു, ഞങ്ങൾ വൈറ്റിലെ പോകുമ്പോൾ ഒരു ഫ്ലാറ്റിലാണ്, ബിഗ് ബോസിന് മുമ്പ് ഞങ്ങൾ ഒരു ഫ്ലാറ്റിലാണ്. ഇത് തന്നെ മാറി തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ക്ലിപ്പ് കാണിക്കാം. വീണ്ടും ഇത് തന്നെ, ഈ ഫ്ലാറ്റിലെ നാടകം തന്നെ വീണ്ടും പുള്ളിക്കാരി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളൊരു ഫ്ലാറ്റിലായിരുന്നു, നിങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കാണുന്നവരുടെയൊക്കെ മോശം ചിന്താഗതിയാണ്. ചോദിച്ചാൽ പറയും കാണുന്നവരുടെ കണ്ണിലാണ് ഗുരു എന്ന്. ഞാൻ ചെയ്യുന്ന എന്റെ നാക്കിലല്ല ഗുരു, കാണുന്ന നിങ്ങളുടെ കണ്ണിലാണ് ഗുരു. വീണ്ടും ഇവര് ഫ്ലാറ്റിൽ ഒന്നിച്ച നാടകരംഗം നമുക്ക് വീണ്ടും കാണാം. ആ വാച്ചൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? അത് ഒരു ദിവസം കൊച്ചിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, ഫ്ലാറ്റിലേക്ക് കൊടുക്കാൻ. ഫ്ലാറ്റിലേക്ക് അവനും ഉണ്ട്, അവന്റെ ഒരു ഫ്ലാറ്റും ഉണ്ട്. ആ പൊന്നുടാവുകയും നിനക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ ഫ്ലാറ്റിനകത്ത് രേണു വരുമെന്നും നമുക്ക് മനസ്സിലായി. ഇത് എന്തിനാണ് നീ 1 വീതം 3 നേരം ഈ ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ കോൺഫിഡൻസ് ഗ്രൂപ്പിന് വരാൻ ഫ്ലാറ്റിന്റെ ബിസിനസ് തുടങ്ങാൻ പോകുന്നോ, അതോ അസറ്റ് ഹോംസ് തുടങ്ങാൻ പോകുന്നോ? ഇവനും ഉണ്ട്, ഇവന്റെ ഒരു ഫ്ലാറ്റും ഉണ്ട്, ആ ഫ്ലാറ്റിൽ ഒരു രേണുവും ഉണ്ട്. ഇത് തന്നെ വീണ്ടും കേൾക്കാം നമുക്ക്. കയ്യിൽ കുറെ സാധനങ്ങൾ ഷൂട്ട് കഴിഞ്ഞു.
നല്ല തരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നാലേ തരാൻ പറ്റത്തുള്ളൂ, അതത്രേ ഉള്ളൂ. വന്നില്ലെങ്കിൽ തരാൻ പറ്റത്തില്ല. വന്നല്ലേ തരാൻ പറ്റത്തുള്ളൂ, വന്നില്ലെങ്കിൽ തരാൻ പറ്റത്തില്ല. വേറെ രീതിയിലുള്ള മീനിങ് വരുന്ന പോലത്തെ പല കാര്യങ്ങളും ഇവർ സംസാരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല വീണ്ടും പറയുന്നുണ്ട്, ഇതേ ഫ്ലാറ്റിന്റെ കാര്യം വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം, കണ്ടിട്ട് ഞാൻ നിങ്ങളെ മറ്റൊരു സാധനം കാണിക്കാം. നമുക്കതിലും വീണ്ടും നമുക്ക് ഈ ഫ്ലാറ്റ് നാടകം കാണാം. ഞാൻ പറയാം, ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഫ്ലാറ്റിലായിരുന്നു. ഇനിയിപ്പോ എന്താ, ഒരു ഫ്ലാറ്റിലായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു ഫ്ലാറ്റിലായിരുന്നു. അതിനിപ്പോ എന്താ, ഇതിപ്പോ നമ്മളിപ്പോ മൂന്നാമത്തെ ക്ലിപ്പിലാണ് ഈ ഫ്ലാറ്റിന്റെ കാര്യം കാണുന്നത്. ഈ മൂന്നാമത്തെ ക്ലിപ്പിലും പല തവണയായിട്ട് ഇവരുടെ ഫ്ലാറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഹൈലി ലക്ഷറിയസ് ഫ്ലാറ്റ് ആണ് നമ്മുടെ ഈ ചെറുപ്പക്കാരന്റെ ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ പോയി ഇവർക്കൊക്കെ ആസ്വദിച്ച് വാച്ചൊക്കെ മറന്നു വെച്ചിട്ട് വീണ്ടും ചെല്ലുമ്പോൾ വാച്ചൊക്കെ എടുത്തിട്ട് അങ്ങനെ ഫ്ലാറ്റാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. രേണു ഈ ചെറുപ്പക്കാരനും അവരുടെ ഫ്ലാറ്റിലെ താമസവുമാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു? 2 ദിവസം. 4-5 ദിവസം ഉണ്ടായിരുന്നില്ല. അന്ന് പോയിട്ട് പോയിട്ട് വന്നില്ല. ഇന്റർവ്യൂ ഒക്കെ വരുമ്പോ അവിടെ വന്നില്ല. ചേച്ചി ഹോട്ടലെടുത്താണ് നിൽക്കല് വളരെ കുറവായിരുന്നു. അപ്പൊ സേഫ് ഞങ്ങളുടെ അടുത്താണ്. ഞങ്ങളുടെ അടുത്ത് വേറെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ സേഫ് അങ്ങനെ നോക്കി വരുന്നതാണ്. ഓക്കെ, വീണ്ടും ബൈറ്റിലെയും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ തുടക്കം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ വീഡിയോയുടെ ശരിക്കുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ. ഇതിനകത്ത് ഈ പറയുന്ന മെയിൻ സ്ട്രീം മണ്ണ് പോലത്തെ ചാനലുകൾ അവരുടെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഫ്ലാറ്റിന്റെ കഥ ഉണ്ടാക്കുന്നത്. സോ ഇത് ജനങ്ങളിലേക്ക് വിടാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ ആ തുടക്കം മാത്രം ഒന്നുകൂടെ കാണിക്കാം. ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേന് വേണ്ട, ഇപ്പോഴാണ് ലൈറ്റ് ഓൺ ആയത്. ലൈറ്റ് ഓൺ ആയപ്പോഴാണ് ഈ ഫ്ലാറ്റിന്റെ കേസ് പറയുന്നത്. പുള്ളിക്കാരിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും അറിയിക്കണം, നമ്മൾ ഫ്ലാറ്റിലായിരുന്നു, നമ്മൾ ഒന്നിച്ചായിരുന്നു, ഇത് അടുത്ത വിവാദമായിട്ട് പൊട്ടണം. ഇതിങ്ങനെ വിവാദമായിട്ട് പൊട്ടുമ്പോൾ ആലോചിച്ചോണം, നിങ്ങൾക്ക് മകനുണ്ട്, ആ മകൻ ഈ സാധനങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ഈ മകൻ വളർന്ന് വലുതായിട്ട് വരുമ്പോൾ ചോദിക്കും, അമ്മ ഏത് ഫ്ലാറ്റിൽ ആരുടെ കൂടെ ആയിരുന്നു എന്ന് ചോദിക്കും. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഓരോ സെക്ഷനായിട്ട് ഓരോ വിവാദങ്ങൾ രേണു പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിവാദം ഇതാണ്, രേണുവിന്റെ പുതിയ ഫ്ലാറ്റിലെ താമസം. സോ ഇത് രേണു ഒരുപാട് തവണ ഈ ഫ്ലാറ്റിൽ, ഞാൻ അവന്റെ ഫ്ലാറ്റിൽ പോയി ഞാൻ അവനോട് ഒന്നിച്ചായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതപ്പോൾ ആരും അധികമായിട്ട് ശ്രദ്ധിച്ച് കണ്ടില്ല. അപ്പൊ രേണുവിനെ സഹായിക്കാൻ വേണ്ടി ഞാനിത് ശ്രദ്ധിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇടുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുന്നതായിട്ടാണ്.